So hi all, welcome to another episode of Greenworms Insider series. Today we got Mr. Subair with us. He is heading logistics and AFR department. Hi Subair. Hi. Thank you for coming and joining for Insider Thank series. So Subair, on the scale of 1 to 10, how satisfied you are with your current responsibilities and duties in Greenworms? അത് ഗ്രീൻവർംസിൻ്റെ ഫസ്റ്റ് ജോബാണ്. ഇത് 7th ഇയറാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ലാസ്റ്റ് 7 ഇയർ ഗ്രീൻവർംസിലാണ്. അപ്പോൾ കമ്പനി സ്റ്റാർട്ട് ചെയ്ത മുതലേ ഞാൻ കമ്പനിയുടെ ഭാഗമാണ്. സോ ഇവിടെ ജോയിൻ ചെയ്ത ജസ്റ്റ് ഒരു ജോബായിട്ട് ജോയിൻ ചെയ്തപ്പോൾ കംപ്ലീറ്റ്ലി ഇവിടെ നിൽക്കാൻ പറ്റുന്നോ അല്ലെങ്കിൽ സ്ഥിരം ജോബാണെന്നോ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. ലൈക്ക് ജസ്റ്റ് ഒരു 1 to 6 months നിന്നിട്ട് പോകാമെന്നായിരുന്നു എൻ്റെ പ്ലാൻ. ഓക്കെ. ബട്ട് the way of directors treat me, it is very well and 100% I am satisfied on that. Then I just joined here as a admin and accounts department, but now for the last 7 years I am working ഏകദേശം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാ ലെവലിലും എല്ലാ മേഖലയിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഗ്രീൻവർംസ് ഓപ്പർച്യൂണിറ്റീസ് തന്നുകൊണ്ടുണ്ട്. സോ ഐ എം സാറ്റിസ്ഫൈഡ് ഹിയർ. So Subair, if I ask you very basic question, why Greenworms? Why you selected Greenworms? Good. I'm expecting a question from you that. So, as I said, ഞാൻ ജസ്റ്റ് ഒരു 6 monthsലേക്കായിരുന്നു വന്നത്. ഒരു സോഷ്യൽ ബിസിനസ്സായി ഈ ഗ്രീൻവർംസിനെ ഞാൻ കാണുന്നുണ്ട് അന്ന് മുതലേ. ആൻഡ് ഇന്ന് നോക്കുമ്പോൾ അന്നൊരു 5-6 പേർക്ക് തൊഴിൽ കൊടുത്തിരുന്ന സ്ഥാപനം ഇന്ന് ഏകദേശം 1200 ആൾക്കാർക്ക് ലൈവ്ലിഹുഡ് കൊടുക്കുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഐ എം സാറ്റിസ്ഫൈഡ് ഓൺ ദാറ്റ്. ആൻഡ് ഒരു സോഷ്യൽ ബിസിനസ്സിനപ്പുറം ലൈക്ക് വുമൺ എംപവർമെൻറ്റ് അങ്ങനെയുള്ള എല്ലാ ലെവലിലും ഈ 1200 പേർക്ക് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ മാനേജേഴ്സ് ടോപ്പ് ലെവലിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് തന്നുകൊണ്ടേണ്ട്. സോ നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഒരു ഐഡിയാസ് ഉണ്ടെങ്കിൽ അതിവിടെ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഫ്ലെക്സിബിലിറ്റി. So Subair, you joined in 2017. Yes, right? yes. So it's more than 7 years now, Yeah, right? correct. It's running 8 years. Running 8 years. Okay. So if I ask you, when you joined 2017 and today 2024, what's the big change you found in Greenworms? How I know this has grown. It's grown a lot. Yes, yes. We started giving employment opportunities for more than 1,000 people. All those things. I am agreeing that. Apart from that, what change you found in Greenworms that is related to cultural, for example? Maybe how the new team came. No, there are new people coming in. So how you feel now? Okay. And what's the big change when you compare to the when you joined? What's the big change you feel now? 2017 ജോയിൻ ചെയ്തപ്പോൾ ഗ്രീൻവർംസിലൊരു വർക്ക് കൾച്ചറോ അല്ലെങ്കിൽ ഒന്നിനും ഒരു സ്റ്റാൻഡേർഡൈസേഷൻ ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ഒരു ബിസിനസ് സ്ഥാപനം എന്നതിനപ്പുറം വേറൊന്നുമില്ല. ഓക്കെ. ഇയർ ആഫ്റ്റർ ഇയർ ദർ ഈസ് എ കൾച്ചർ. ഇവിടെ എല്ലാ രീതിയിലും കൾച്ചർ ക്രിയേറ്റ് ആയി. ആ സമയത്ത് വരുന്ന ആൾക്കാർക്ക് കൂടുതൽ റിട്ടേൺ ചെയ്യാറില്ല, പെട്ടെന്ന് പോകും. പക്ഷേ ഒരുപാട് കാലം മാറി 5, 6, 7 വർഷം ഇങ്ങോട്ട് നോക്കുമ്പോൾ ആൾക്കാർ റിട്ടേൺ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ ഒരു കൾച്ചർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. എ ഗുഡ് വർക്ക് പ്ലേസ് ഫോർ എല്ലാവർക്കും ഒരു നല്ലൊരു വർക്ക് പ്ലേസായി ഗ്രീൻവർംസ് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അത് തന്നെയാണ് ഞാൻ ഈ ഒരു 7 വർഷത്തിൽ കാണുന്ന ബിഗ് ചേഞ്ച്. മറ്റൊരു കാര്യം, അന്ന് ആരും ഇതൊരു സ്റ്റാൻഡേർഡ് ജോബായിട്ട് കണ്ടിരുന്നില്ല. ഒരു വൈറ്റ് കോളർ ജോബ് അല്ലായിരുന്നു. വേസ്റ്റ് ആണല്ലോ, എന്താണെങ്കിൽ വേസ്റ്റാണ്. പക്ഷേ ഇന്ന് മാറി അതിലൊരു പ്രൊഫഷൻ ക്രിയേറ്റ് ചെയ്യാൻ കൂടെ ഗ്രീൻവർംസിന് കഴിഞ്ഞിട്ടുണ്ട്. വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്നുള്ള അതൊരു പ്രൊഫഷൻ കൂടിയായി മാറിയിട്ടുണ്ട്. ഐ തിങ്ക് എൻ്റെ പെർസ്പെക്റ്റീവിൽ പറയുകയാണ് അങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ പേഴ്സണൽ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ എവിടെയാണ് ഞാൻ ഫസ്റ്റ് ജോയിൻ ചെയ്തതെന്ന്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിൽ അത് ഇവിടെ തന്നെയാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ കൂടുതലായിട്ട് ഞാൻ പല ആൾക്കാരുമായിട്ടാണ് ഇടപെടുന്നത്. ഇപ്പോൾ സ്റ്റാർട്ടിങ് സമയത്ത് പിന്നെ പ്രൊജക്റ്റ് ഔട്ടർ സ്റ്റേറ്റിൽ പ്രൊജക്റ്റായിരുന്നു, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, അങ്ങനെ. അപ്പോൾ പല ആൾക്കാരും ഡീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ലൈക്ക് നമ്മളെ ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് ക്ലോസ് ചെയ്യുന്ന രീതി, പിന്നെ എന്താ നെഗോസിയേഷന്,
പിന്നെ അതുമായി ബന്ധപ്പെട്ട ഈ റീജിയണൽ ലാംഗ്വേജസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എന്താക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് പിന്നെ എന്താ പറയുക, ആദ്യം ഞാൻ പറഞ്ഞല്ലോ ഒരു അഡ്മിൻ ലെവലായിരുന്നു, ഇപ്പോൾ ഒരു മാനേജർ ലെവലിലേക്ക് എനിക്ക് വളരാൻ പറ്റിയിട്ടുണ്ട്. അത് ഗ്രീൻ ഹോംസിൽ വന്നതിന് ശേഷം മാത്രമാണ്. So you are heading a department that is AFR. Yeah. So if you ask me, I don't know what is AFR. Okay. What's the full form of AFR? Can you give me some ideas or some lights what you're doing? Yeah. What kind of impact you are bringing to the green worms altogether? Okay. Yeah. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി AFR എന്താണെന്ന് ചോദിച്ചാൽ, AFR എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റ് ഫ്യൂവൽ ആൻഡ് റോ മെറ്റീരിയൽ ഫുൾ ഫോം. നമ്മളെ ഗ്രീൻ വർംസിൻ്റെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെൻറ്റ് കമ്പനിയിലെ മെറ്റീരിയൽ സിമെൻറ്റ് പ്ലാന്റ് റോ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യും. ഓക്കെ. ഇന്ത്യയിൽ ഒരു സയൻറ്റിഫിക് ഡിസ്പോസൽ എന്ന് പറഞ്ഞ സാധനം ഇതാണ്. സിമെൻറ്റ് പ്ലാന്റിൽ ഡിസ്പോസ് ചെയ്യും. അപ്പോൾ ഈ മെറ്റീരിയൽ സിമെൻറ്റ് പ്ലാന്റിലേക്ക് മൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്, നമ്മുടെ മെറ്റീരിയലിൻ്റെ ഒരു 70% മെറ്റീരിയലും AFRലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ഈ വർഷം മുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സിമെൻറ്റ് പ്ലാന്റിന് ഫ്യൂവലായിട്ടും ഗ്രീൻ വർംസിനൊരു ഡിസ്പോസലായിട്ടും. അങ്ങനെ സയൻറ്റിഫിക്കലി കേരളത്തിലെ മെറ്റീരിയൽ അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന മെറ്റീരിയൽ സയൻറ്റിഫിക്കൽ ഡിസ്പോസൽ ആവണമെന്ന് നമ്മളെ മാനേജ്മെൻറ്റിന് 100% ആ ഒരു കണിശത ഉള്ളതുകൊണ്ട് കംപ്ലീറ്റ്ലി നമ്മൾ AFR ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ആക്ച്വലി AFR. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര പേരുണ്ട് സുബൈർ അല്ലാതെ? നിലവിൽ 3 പേരാണുള്ളത്. പിന്നെ ഈ ഫിനാൻഷ്യൽ ഇയറിലേക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് ഒരാളെയും കൂടെ ഹയർ ചെയ്യുന്നുണ്ട്, കാരണം നമ്മുടെ വോളിയം ഇൻക്രീസ് ആവുന്നുണ്ട് അതുകൊണ്ട്. So you joined in 2017. Yeah. So it's like 7 years now. Okay. And you are happy? Yes, of course. Okay. So if I ask you, so where you are seeing green worms, or what's your dream about green worms after 10 years? Where you are picturizing green worms and where will be, because you know green worms from the beginning. You are with green worms for 7 long years. Yes. So if I ask you 2034, so where you picturizing green worms? Okay. Yeah. So in 2034, right? Okay. As we discussed, like ഇപ്പോൾ ഗ്രീൻ വർംസ് ഏകദേശം കേരളത്തിലെ 10% വേസ്റ്റാണ് മാനേജ് ചെയ്യുന്നത്. ആഫ്റ്റർ 10 years ഞാൻ കാണുന്നത് കേരളത്തിലെ കംപ്ലീറ്റ് വേസ്റ്റ് മാനേജ് ചെയ്യുന്ന ഒരു കമ്പനിയും അതോടൊപ്പം നിലവിൽ 1200 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന കമ്പനി, ആ സമയമാകുമ്പോൾ പ്രൊപ്പോർഷനേറ്റ്ലി ഒരു 12,000 ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു കമ്പനി, ആ ലെവലിലാണ് ഞാൻ ഗ്രീൻ ഹോംസിനെ കാണുന്നത്. അപ്പോൾ ബിസിനസ് വോളിയം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ കൂടെയുള്ള ബാക്കി എല്ലാ ഡെവലപ്മെൻറ്റും ഓട്ടോമാറ്റിക്കലി വരും. ഇൻഫ്ര ആണെങ്കിലും ബാക്കി എല്ലാം. ഐ എം സീയിങ് ആഫ്റ്റർ 10 years ഇറ്റ്സ് ലൈക്ക് 100% വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇൻ കേരള. ലൈക്ക് ഇപ്പോൾ ഒരു 130 ULB ആണെങ്കിൽ കേരളത്തിലുള്ള എല്ലാ ULBസും നിയർ 900 ULBs മാനേജ് ചെയ്യുന്ന ഒരു കമ്പനിയായിട്ട് മാറാനാണ്. അങ്ങനെയാണ് എൻ്റെ മനസ്സിലുള്ള ഗ്രീൻ ഹോംസ് ഉള്ളത്. അതേപോലെ തന്നെ എന്താണ് പറയുക, ഇപ്പോൾ നമുക്ക് ഓൺ റീസൈക്ലിംഗ് ഫെസിലിറ്റി ഇല്ല. അപ്പോൾ നമ്മളെ മെറ്റീരിയൽ ഫുള്ളി റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിത്ത് പറഞ്ഞ പോലെ ആ 10 years ആകുന്നതിനുള്ളിൽ വട്ട് എവർ വി ആർ കളക്ടിങ് വി ഹാവ് ടു റീസൈക്കിൾ ഇറ്റ് ഇൻ നമ്മുടെ ഫെസിലിറ്റി തന്നെ റീസൈക്കിൾ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ആഫ്റ്റർ 10 years ഞാൻ കാണുന്നത്. Okay. So thank you, Subair, for coming and joining to the Insider series. So today I able to learn new things, like what is the department doing and all. Yeah. So continue your valuable contribution. Wish you very best. Thank you. Thanks a lot.